അപ്പോൾ 2 ക്ലേ എടുത്തോണ്ടെന്നോ? അല്ല, 2 ക്ലേയുടെ ആവശ്യമില്ല, ശരിക്കും 1 ക്ലേ മതി. പിന്നെ എനിക്കിങ്ങനെ ക്ലേ മിക്സ് ചെയ്ത് കളിക്കാനുള്ള ഒരു ത്വര വന്നുകൊണ്ടിട്ട് ഞാൻ 2 ക്ലേ എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കളിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന സാധനം ഒരു ബബിൾ ക്യാൻഡിലാണ് കേട്ടോ. ബബിൾ ക്യാൻഡിൽ എല്ലാവർക്കും എന്താണെന്ന് അറിയാൻ പറ്റുമായിരിക്കും. അറിയില്ലെങ്കിൽ വീഡിയോ ഫുൾ കണ്ടുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ കാണിച്ച ഈ സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല, അത് ഞാൻ ചുമ്മാ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന സ്റ്റെപ്പ് എന്തായാലും ചെയ്യണം, ഇതാണ് മെയിൻ സ്റ്റെപ്പ്. അപ്പോൾ ടോട്ടൽ നമ്മൾ 9 + 9 + 9 27 ബോൾസ് ഉണ്ടാക്കണം, അതായത് 27 ബോൾസ്. 21ാമത്തെ ബോൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിലെ ക്ലേ തീർന്നു. പിന്നെ 2 മിനിറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു ആലോചിച്ച ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച ബോളിൽ നിന്ന് പിച്ചി പെറുക്കി ഇതേപോലെ വീണ്ടും കുറച്ച് ബോൾസും കൂടി ഉണ്ടാക്കിയെടുത്ത്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ചേച്ചി ടേബിളിന്റെ സൈഡിൽ 2 സെറ്റ് ക്ലേ അനക്കാതെ ഇങ്ങനെ വെച്ചിട്ടാണോ ക്ലേ തീർന്നെന്ന് പറയണേന്ന്. അത് അനക്കാതെ വെച്ചേക്കണതിന് ഒരു റീസൺ ഉണ്ട്. അതിലൊരു ക്ലേ ആണ് ഞാൻ ഗീവ് അവേ ആയിട്ട് കൊടുക്കാന്ന് വിചാരിക്കണത്. ആദ്യത്തെ 9 ബോൾസ് ഇതേപോലെ അടുക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉണ്ടാക്കി വരുന്ന ക്യാൻഡിൽ ഈ ഒരു സൈസിൽ ഇത്രയും ചെറുതായിരിക്കുമെന്ന്. കുറച്ചൊക്കെ വലിയ സൈസാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പിന്നെ ചെറുതെങ്കിൽ ചെറുത്, എന്തായാലും ആഗ്രഹിച്ച് ഉണ്ടാക്കിയതല്ലേ എന്ന് ഓർത്ത് ഞാൻ അതങ്ങ് വെച്ചു. ഗീവ് അവേയുടെ റൂൾസ് ഒക്കെ എല്ലാവർക്കും അറിയാലോ, സിമ്പിൾ അല്ലേ. സബ്സ്ക്രൈബർ ആയിരിക്കണം, മിനിമം 5 വീഡിയോയിലെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ 10K ആകുമ്പോഴത്തേക്കും ആയിരിക്കും വിന്നറിനെ അനൗൺസ് ചെയ്യുക. അപ്പോൾ ഡെയിലി വീഡിയോസ് ഒക്കെ മുടങ്ങാതെ കാണുക. എപ്പോൾ വേണമെങ്കിലും 10K ആകാം. ഇപ്പോഴത്തേനും നമ്മൾ 8.5K കഴിഞ്ഞു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഒരു കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുകൊണ്ട്. അപ്പോൾ ഓക്കെ.